വെള്ളിയാങ്കല്ലിൽ നിന്ന് പറന്നുയർന്നുവന്ന തുമ്പികൾക്ക് മയ്യഴിയുടേതായ ഒരു ചരിത്രം കാതിൽ മൂളാനുണ്ട്. ഒരു കാലത്ത് ഫ്രഞ്ച് കോളനിയായിരുന്ന മയ്യഴിയിലെ പള്ളൂരിൽ ജനിച്ചു വളർന്ന് പ്രവാസലോകത്ത് തന്റേതായ സാന്നിധ്യമറിയിച്ച മൻസൂർ പള്ളൂരിനും സ്വന്തം നാടിന്റെ ചരിത്രം തന്നെയാണ് മുന്നോട്ടുള്ള വഴിയിൽ പ്രചോദനമായതും. മാഹിയിൽ വളർന്നതുകൊണ്ടും ജീവിച്ചതുകൊണ്ടും തന്നെ വൈവിധ്യം എന്ന് പറയുന്നൊരു വാക്ക് ഞാൻ പുസ്തകത്തിൽ നിന്ന് പഠിച്ചതല്ല, അത് ജീവിതത്തിൽ നിന്ന് തന്നെ പഠിച്ചതാണ്. സാഹിത്യം, സിനിമ, പൊതുപ്രവർത്തനം, രാജ്യാന്തര പഠനം കൂടാതെ സംരംഭകത്വം തുടങ്ങിയവയിലെല്ലാം തിളങ്ങുന്ന മൻസൂർ പള്ളൂർ പിന്നിട്ട വഴികളിലൂടെ ഇന്നും നാളെയുമായി ജാലകത്തിനൊപ്പം ചേരുന്നു. ഞാൻ മാഹിക്കാരനാണ്, കൃത്യമായിട്ട് പറഞ്ഞാൽ പള്ളൂർക്കാരൻ. ജോഗ്രഫിക്കലി, അതായത് ഭൂമിശാസ്ത്രപരമായിട്ട് കേരളത്തിന്റെ ഭാഗമാണ് മാഹിയും പള്ളൂരും എല്ലാമെങ്കിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമായിട്ടാണ് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പുതുച്ചേരി എന്ന് പറയുന്നത് പഴയ പോണ്ടിച്ചേരി, ശരിക്കും ഒരു ചെറിയ ഇന്ത്യ തന്നെയാന്ന് പറയാം. വ്യത്യസ്ത സംസ്കാരങ്ങളുടെയും ജീവിതങ്ങളുടെയും കൂടിച്ചേരലാണ് മാഹി എന്ന മയ്യഴിയുടെ പ്രത്യേകത. ഈ പാരമ്പര്യമാണ് തന്നിലെ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. യാനത്തിന്റെ അവിടുത്തെ ജനങ്ങൾ സംസാരിക്കുന്ന തെലുങ്ക് ഭാഷയും, മാഹി കേരളത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നത് പോലെ യാനം ആന്ധ്രാപ്രദേശുമായിട്ട് തൊട്ടുകിടക്കുന്ന, ആന്ധ്രാപ്രദേശിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ്. പുതുച്ചേരി കാരക്കൽ പ്രദേശങ്ങളുടെ തമിഴും പിന്നെ അതുപോലെ മാഹിയുടെ മലയാളവും എല്ലാം കൂടി ഒത്തുചേരുന്ന ദേശീയോദ്ഗ്രഥനത്തിന്റെ ഒരു ഉദാത്ത മാതൃകയാണ് പുതുച്ചേരി സംസ്ഥാനവും പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹിയും. അതുകൊണ്ട് തന്നെ മാഹി എന്നത് വളരെ പ്രത്യേകമായ ഒരു സാംസ്കാരിക സ്വഭാവമുള്ള ഒരു പ്രദേശമാണെന്ന് പറയാം. ഭാഷാ സംസ്കാരത്തോടൊപ്പം പഴയ ഫ്രഞ്ച് ഭരണകാലത്തിന്റെ ഓർമ്മകൾ, അതുപോലെ കേരളീയ ജീവിത രീതി, കേരളത്തിന്റെ തന്നെ ഫുഡ് ഹാബിറ്റ്സ്, പിന്നെ സ്നേഹ സൗഹൃദം എല്ലാം കൂടി ചേർന്ന് അപൂർവ സംഗമ ഭൂമിയാണ് മാഹി എന്ന് പറയാം. മാഹിയിൽ വളർന്നതുകൊണ്ടും ജീവിച്ചതുകൊണ്ടും തന്നെ വൈവിധ്യം എന്ന് പറയുന്നൊരു വാക്ക് ഞാൻ പുസ്തകത്തിൽ നിന്ന് പഠിച്ചതല്ല, അത് ജീവിതത്തിൽ നിന്ന് തന്നെ പഠിച്ചതാണ്. ഗ്രാമത്തി പള്ളിയിലെ ബാങ്ക് വിളിയും, അതുപോലെ പള്ളൂർ കോയോടം കുറത്തെ തിറ മഹോത്സവവും, പിന്നെ അതുപോലെ പുത്തനമ്പലം അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നുള്ള ഭക്തിഗീതവും, മാഹി സെന്റ് തെരേസാസ് ബസലിക്ക പള്ളിയിൽ നിന്നുള്ള, അന്ന് ബസലിക്ക ആയിരുന്നില്ല, പള്ളി പെരുന്നാളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കണ്ടും കേട്ടും വളർന്നതാണ് എന്റെ കുട്ടിക്കാലം. അതുകൊണ്ട് തന്നെ മതം എന്ന് പറയുന്നത് നമ്മളെ വേർതിരിക്കാനുള്ളതല്ല, അത് നമ്മളെ വൈവിധ്യങ്ങൾക്കിടയിലും ഒരുമിപ്പിക്കുന്ന ഒരു സംഭവമാണ്. മാഹിയുടെ ഈ സാംസ്കാരിക പൈതൃകത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് മാഹിയിലെ ഈ പറഞ്ഞ ഈ സഹജീവിത സംസ്കാരമാണ്. ഭാഷയിലും ഭക്ഷണത്തിലും അതുപോലെ ഉത്സവങ്ങളിലും ചിന്തയിലും എല്ലാം തന്നെ ബഹുസ്വരതയുണ്ടെങ്കിലും ആരെയും അവൻ വേറെ ഒരുത്തനാണ് എന്ന് കാണാത്ത ഒരു സ്നേഹഭാവമുണ്ടല്ലോ, ആ വൈവിധ്യമാണ് എന്നിലെ മനുഷ്യനെ രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകം ഇതുപോലെയൊക്കെ കലുഷിതമായിരിക്കുമ്പോഴും ഞാൻ ഉള്ളിൽ സൂക്ഷിക്കുന്നത് മാഹിയിൽ നിന്ന് പഠിച്ച സഹവർത്തിത്വത്തിന്റെ ആ നല്ല പാഠങ്ങളാണ്. വിശ്വാസത്തിലും ആചാരങ്ങളിലും പലതരം വ്യത്യാസങ്ങളുണ്ടായേക്കാം, എന്നാലും ഒരുമിച്ച് സ്നേഹപ്പെട്ട് ജീവിക്കാൻ നമ്മൾ മനുഷ്യന് കഴിയും. ഇത് വെറും പറച്ചിലല്ല കേട്ടോ, എന്റെ സ്വന്തം ജീവിതാനുഭവമാണ്. വിശുദ്ധ റംസാൻ മാസത്തിന്റെ അവസാന നാളുകളിലേക്ക് നീങ്ങുമ്പോൾ അശാന്തമായ ഈ കാലത്ത് സ്വന്തം മനസ്സിലാണ് ശാന്തി തേടേണ്ടത്. തന്റെ വിശ്വാസവും ആത്മീയതയും ഇങ്ങനെയാണ് മൻസൂർ പള്ളൂർ പറയുന്നു. ഇത് വിശുദ്ധ റംസാൻ മാസം, നമ്മൾ ആത്മപരിശുദ്ധിയിലേക്ക് നീങ്ങേണ്ട സമയം. പക്ഷെ നാം കാണുന്നത് എന്താ? ലോകം യുദ്ധത്തിലേക്കും അശാന്തിയിലേക്കും പോകുന്നു, ആകെ വിറങ്ങലിച്ചു നിൽക്കുക. ഇതിന്റെ രാഷ്ട്രീയമായ കാര്യങ്ങളിലേക്കോ അതല്ലെങ്കിൽ അതിന്റെ മറ്റു വിഷയങ്ങളിലേക്കോ ഒന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ഞാൻ എന്റെ വ്യക്തിപരമായ ഒരു നിലപാട് പറയാം. അതായത് യുദ്ധം നടക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെ, പുറത്തല്ല. ശാന്തി അത് കൈവരിക്കേണ്ടതും നമ്മുടെ ഉള്ളിലാണ് ആദ്യം.
നാം വിശ്വാസികളായിട്ട് ഈ നോമ്പും പ്രാർത്ഥനയും അനുഷ്ഠാനങ്ങളും എല്ലാം നടത്തുമ്പോൾ അതിന്റെ യഥാർത്ഥ ഫലം നമ്മുടെ പെരുമാറ്റത്തിലുണ്ടാവണം. അതില്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നാം ഓരോരുത്തരുടെയും വിശ്വാസം അതെന്ത് തന്നെ ആവട്ടെ, ശരിക്കും മനുഷ്യനായി ജീവിക്കാൻ അത് നമ്മളെ സഹായിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ചോദിക്കണം. ആരെങ്കിലും പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെ ഒക്കെ നടുവപ്പെടുമ്പോൾ, അവർ അക്രമങ്ങൾക്ക് വിധേയരാകുമ്പോൾ, അവർ അനീതി നേരിടുമ്പോൾ നമുക്കുള്ളിലുള്ള മനുഷ്യത്വവും കരുണയും പുറത്തു വരുന്നുണ്ടോ? ഇതാണ് ഏതൊരു മനുഷ്യനും നേരിടുന്ന യഥാർത്ഥ പരീക്ഷ എന്ന് പറയാം. ദൈവവിശ്വാസം എന്ന് പറയുന്നത് നോമ്പെടുക്കുന്നതിലോ അതല്ലെങ്കിൽ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ മാത്രമായിട്ട് ഒടുങ്ങുന്ന ഒന്നല്ല. അത് കരുണയായിട്ട്, ക്ഷമയായിട്ട്, സഹജീവികളോടുള്ള ഉത്തരവാദിത്തമായിട്ട് പുറത്തു വരണം. ഇരുട്ട് കാണുമ്പോഴാണ് നമ്മൾ സ്വയം വെളിച്ചമായി മാറേണ്ടത്. ആത്മീയത എന്ന് പറയുന്നത് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ഈ ലൗകിക കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ട് വെറും സ്വർഗം നേടാനോ അതല്ലെങ്കിൽ പരലോക ജീവിതത്തിൽ മുക്തി നേടാനോ അല്ലെങ്കിൽ ഒരു പുനർജന്മത്തിൽ നല്ല മനുഷ്യനായി ജീവിക്കാനോ ഉള്ള ഒരു ഒളിച്ചോട്ടമൊന്നുമല്ല. നമ്മുടെ ചുറ്റിലുമുള്ള ജീവിതത്തെ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ മെച്ചപ്പെടുത്താനുള്ള ഒരു പരിശ്രമം കൂടിയാണ് ആത്മീയത എന്ന് പറയുന്നത്. ഹിന്ദു ആയാലും ശരി, മുസ്ലിം ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും പരസ്പരം സ്നേഹപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവന് നല്ല മനുഷ്യനാവാൻ കഴിയില്ല. അങ്ങനെ പരസ്പരം സ്നേഹപ്പെടാൻ സാധിച്ചാൽ മാത്രമേ അവൻ നല്ലൊരു ദൈവവിശ്വാസിയാവുള്ളൂ. ഇതാണ് എന്റെ ഒരു നിലപാട്. പ്രാഥമിക വിദ്യാഭ്യാസ കാലത്ത് അധ്യാപകരുടെ ഇടപെടലാണ് തന്നിലെ എഴുത്തിനെ വെളിച്ചം കാണിച്ചതും വളർത്തിയതും. എഴുത്തുവഴികളെക്കുറിച്ച് മൻസൂർ. ഞാൻ പഠിച്ചത് പള്ളൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ്, ഒരു സാധാരണ മലയാളം മീഡിയം സ്കൂള്. പക്ഷേ എന്നെ ഞാനാക്കിയതില് പള്ളൂർ സ്കൂളിന്റെ സ്ഥാനം ഏറെ വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ച് അവിടുത്തെ എന്റെ അധ്യാപകരെ എനിക്കിന്നും മറക്കാൻ കഴിയില്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു കുട്ടിയുടെ ഭാവി രൂപപ്പെടുന്നത് അവന്റെ പ്രൈമറി വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണെന്നാണ്. ആ സമയത്ത് ഒരു അധ്യാപകൻ അതല്ലെങ്കിൽ അവന്റെ അധ്യാപിക ഒരു കുട്ടിയെ ശരിക്കും ഗൈഡ് ചെയ്താൽ അതവന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കും. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മലയാള പ്രബന്ധത്തിൽ ഒരു പീരീഡ് ഉണ്ടായിരുന്നു. ഞാൻ അന്നൊക്കെ പ്രബന്ധം എഴുതും, കാരണം നന്നായി വായിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. എന്റെ എഴുത്തിന് അന്ന് എന്ത് നിലവാരമുണ്ടെന്ന് എനിക്കും അറിയില്ലായിരുന്നു. പക്ഷേ എന്റെ മലയാള അധ്യാപകൻ PA കരുണാകരൻ മാസ്റ്റർ അത് ശ്രദ്ധിച്ചു. എന്നിലുള്ള എഴുത്തുകാരനെ ആദ്യം കണ്ടെത്തിയത് അദ്ദേഹമാണ്. അതായത് ഒരിക്കല് മാഹി മേഖലയിലെ സ്കൂളുകൾക്ക് ഒരു ഇന്റർ സ്കൂൾ പ്രബന്ധ മത്സരം സംഘടിപ്പിച്ചിരുന്നു. മാഹി മഹാത്മാഗാന്ധി കോളേജിന്റെ ഒരു സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ആ പ്രബന്ധ മത്സരം. ആ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പള്ളൂർ സ്കൂളിലുള്ള കുട്ടികളെ തെരഞ്ഞെടുക്കാൻ ഒരു മത്സരം സംഘടിപ്പിച്ചു. അതിലൊന്നും ഞാൻ പങ്കെടുത്തില്ല. പക്ഷേ ഇത് ശ്രദ്ധിച്ച കരുണാകരൻ മാസ്റ്റർ എന്നോട് ചോദിച്ചു, മൻസൂർ, എന്തുകൊണ്ടാ നീ മത്സരത്തിൽ പങ്കെടുക്കാത്തത്? നിനക്ക് പോകാൻ പറ്റില്ലല്ലോ, നീ പങ്കെടുക്കേണ്ടതായിരുന്നില്ല, നന്നായി എഴുതുന്ന ഒരാളാണല്ലോ, നീ അടുത്ത ആഴ്ച മാഹിയിൽ ആ മത്സരത്തിന് പോകണം. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടാതെ തന്നെ ഞാൻ മാഹിയിൽ മേഖല പ്രൈമറി തല പ്രബന്ധ മത്സരത്തിന് പങ്കെടുത്തു. എനിക്ക് കിട്ടിയ വിഷയം എന്ന് ഞാൻ ഓർക്കുക എന്റെ ഗ്രാമം. ഞാൻ എന്റെ പള്ളൂരിനെ കുറിച്ചാണെന്ന് എനിക്കറിയാവുന്നതല്ല എഴുതിയത്. ആ മത്സരത്തിൽ എനിക്ക് 1ാം സമ്മാനം കിട്ടി. മാഹി റീജിയനിലുള്ള എല്ലാ സ്കൂളുകളും പങ്കെടുക്കുന്ന ഒരു മത്സരമായിരുന്നു അത്. അതാണ് എന്റെ ജീവിതത്തിലെ ആദ്യ എഴുത്ത് സമ്മാനം. പക്ഷെ അതിലും വിലപ്പെട്ടത് എന്നിലെ എഴുത്തുകാരനെ കണ്ടെത്തിയ അധ്യാപകന് എന്നിലുള്ള ഒരു വിശ്വാസമായിരുന്നു. ഒരു കുട്ടിയിൽ അവനേക്കാൾ മുമ്പ് അവന്റെ കഴിവ് കണ്ടെത്തിയ ഒരു അധ്യാപകനുണ്ടല്ലോ. ഇത് ഇപ്പൊ ഞാൻ പറയുമ്പോ ഇപ്പോഴും എന്റെ മനസ്സിന്റെ ഉള്ളിൽ കരുണാകരൻ മാസ്റ്ററുടെ ആ പ്രോത്സാഹനം ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. അതാണ് എന്നെ ജ്വലിപ്പിച്ചത്. പിന്നീട് കോളേജിലെത്തിയപ്പോൾ മാഗസിനുകളിലും കോളേജ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പത്രങ്ങളുടെ സൺഡേ സപ്ലിമെന്റുകളിലും മറ്റൊക്കെ ഫീച്ചറും ലേഖനങ്ങളൊക്കെ എഴുതി തുടങ്ങിയതൊക്കെ ഞാൻ പറഞ്ഞത് അന്ന് കരുണാകരൻ മാസ്റ്ററുടെ ആ പ്രോത്സാഹനത്തിന്റെ ഫലമായിരുന്നു. എഴുത്തുകാരനാകുന്നത് അയാളുടെ മാത്രം തീരുമാനമല്ല, നമ്മളിലെ കഴിവ് തിരിച്ചറിയുകയും അത് പിന്നീട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ആ ഒരു പ്രചോദനം കൂടിയാണ് അയാളെ എഴുത്തുകാരനാക്കി മാറ്റുന്നത്. 21ാം നൂറ്റാണ്ട് ആരുടേത് എന്ന പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പലപ്പോഴായിട്ട് പത്രങ്ങളിൽ എഴുതിയ ലോക രാഷ്ട്രീയ ചലനങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണെന്ന് പറയാം. ഇതിലെഴുതിയ പല ലേഖനങ്ങളും ലോകത്ത് സംഭവിച്ച പല കാര്യങ്ങളെയും മുൻകൂട്ടി അടയാളപ്പെടുത്തിയതായി മാറിയതുകൊണ്ട് തന്നെ അതിന്റെ ഇംഗ്ലീഷ് പതിപ്പ് ടു ഹൂം ഡസ് ദ 21st സെഞ്ചുറി ബിലോങ് ഇറങ്ങിയപ്പോൾ അതേറെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അമേരിക്കൻ വാൾ സ്ട്രീറ്റ് ക്രൈസിസ്,
അതുപോലെ അറബ് ലോകത്തെ വിപ്ലവം, കോവിഡ് വൈറസിന്റെ വ്യാപനം, ഇതെല്ലാം വരുന്നതിനെക്കുറിച്ച് വളരെ മുമ്പ് തന്നെ ആ പുസ്തകത്തിൽ പരാമർശിച്ച് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം മുകുന്ദൻ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലെ എഴുത്തുകാർ അതിനൊരു പ്രവചന സ്വഭാവമുള്ള ഗ്രന്ഥമായി വായിക്കുകയും പരാമർശിക്കുകയും ചെയ്തത് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എന്നെ ഏറെ സന്തോഷിപ്പിച്ച ഒരു കാര്യമായിരുന്നു. പുസ്തകത്തെക്കുറിച്ച് തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലുമെല്ലാം ഡോക്യുമെന്ററി പിന്നീട് പുറത്തിറങ്ങിയിട്ടുണ്ട്. 21ാം നൂറ്റാണ്ട് ആരുടേത് പുറത്തുള്ള ലോക ചലനങ്ങളെ വായിക്കാൻ ശ്രമിക്കുന്ന ഗ്രന്ഥമാണെങ്കിൽ ഞാൻ എഴുതിയ ആരാണ് ഭാരതീയൻ എന്ന പുസ്തകം ഉള്ളിലെ തിരിച്ചറിവിനെ ചോദ്യം ചെയ്യുന്ന ഒരു ആത്മപരിശോധനയാണെന്ന് പറയാം. നമുക്കുള്ളിലെ ഇന്ത്യൻ ആരാണ് എന്ന ചോദ്യം ഉയർത്തുകയാണ് ആരാണ് ഭാരതീയൻ എന്ന പുസ്തകം. പുറത്തുള്ള ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചയും ഉള്ളിലെ തിരിച്ചറിവും, ഈ രണ്ടിനോടുമുള്ള ക്രിയാത്മക പ്രതികരണങ്ങളാണ് എന്റെ 2 പുസ്തകങ്ങളിലെയും രചനകൾ എന്ന് പറയാം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു കഥ എഴുതിയപ്പോൾ അതിന്റെ പിന്നിലെ പൊരുളും മറ്റ് രചനകളെയും ഓർത്തെടുക്കുകയാണ് മൻസൂർ. ആദ്യമായി എന്റെ ഒരു കഥ പ്രസിദ്ധീകരിച്ചത് കലാകൗമുദിയിൽ 1990-ലാണ്. പിന്നീട് ഞാൻ കഥകളൊന്നും എഴുതിയിട്ടില്ല. 36 വർഷത്തിന് ശേഷമാണ് പിന്നീട് ഈ അടുത്ത കാലത്ത് കഥകൾ എഴുതി തുടങ്ങിയത്. അങ്ങനെ എഴുതിയ കഥയാണ് പ്രശാന്തേട്ടന്റെ മീശ. ആ കഥ എഴുതാൻ എനിക്ക് പ്രചോദനമായി തീർന്നത് കണ്ണൂർക്കാരനായ എന്റെ സുഹൃത്ത് പ്രശാന്തേട്ടനാണ്. പ്രശാന്തേട്ടന്റെ മീശ പിറന്ന കഥ പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഒരു ചെറിയ തമാശയാണ്. ഒരു ദിവസം ഞങ്ങൾ സുഹൃത്തുക്കൾ ചേർന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ എന്റെ ശ്രദ്ധ മുഴുവനും മുന്നിലിരിക്കുന്ന പ്രശാന്തേട്ടന്റെ മുഖത്തായിരുന്നു. നോക്കുന്നത് അദ്ദേഹത്തിന്റെ മുഖത്താണെങ്കിലും ശ്രദ്ധ മുഴുവനും പോകുന്നത് അദ്ദേഹത്തിന്റെ മീശയിലേക്കായിരുന്നു. കാരണം അത്തരത്തിലൊരു പ്രത്യേക മീശയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. നമ്മൾ ലോകത്ത് പലതരം മീശകൾ കണ്ടിട്ടുണ്ട്. ജർമ്മൻ ഫിലോസഫറും ചിന്തകനുമായിരുന്ന നീശ്ശയുടെ മീശ, അത് വളരെ പ്രശസ്തമാണല്ലോ. അതുപോലെ സ്റ്റാലിന്റെ മീശ, നമ്മുടെ ചാർലി ചാപ്ലിന്റെ മീശ, പിന്നെ അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഭഗത് സിംഗിന്റെ മീശ, സിനിമാടൻ കമൽഹാസന്റെ ചെറുപ്പകാലത്തുള്ള മീശ. അങ്ങനെ ചില മീശകൾ ചരിത്രത്തിൽ ഇടം നേടിയ മീശകളാണെന്ന് വേണമെങ്കിൽ പറയാം. എന്റെ ശ്രദ്ധ ആകർഷിച്ച മീശകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നി എന്റെ മുന്നിലിരിക്കുന്ന പ്രശാന്തേട്ടന്റെ മീശയും ഒരു പ്രത്യേക കഥാപാത്രമാണെന്ന്. ഞാനന്ന് പ്രശാന്തേട്ടനോട് പറഞ്ഞു, പ്രശാന്തേട്ട, നിങ്ങളുടെ മീശയെക്കുറിച്ച് ഞാനൊരു ദിവസം എഴുതും. അതന്ന് പറഞ്ഞതൊരു തമാശയായിട്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ മീശയും എന്റെ വാക്കുകളെല്ലാം കൂടി മനസ്സിൽ കിടന്ന് കറങ്ങി. അതിന് കുറച്ച് ദിവസം മുമ്പ് ഞാൻ മറ്റൊരാളെ പറ്റി ഒരു കഥ കേട്ടിരുന്നു. കഥ എന്ന് പറഞ്ഞാൽ ഒരു റിയൽ ലൈഫ് സ്റ്റോറി. ഒരു 70-നോടടുത്ത് പ്രായമുള്ള, കാണാൻ വളരെ പ്രൗഢിയുള്ള, ആജാനുബാഹുവായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞ പെട്ടെന്നൊരു തമ്പുരാനൊക്കെ ആണെന്ന് തോന്നുന്ന തരത്തിൽ നമ്മൾ റെസ്പെക്ട് ചെയ്തു പോകുന്ന ഒരു വല്ലാത്തൊരു ഫിഗറാണ്. എവിടെ പോയാലും ആളുകൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കും. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആളുകൾ അദ്ദേഹത്തെ വല്ലാതെ ശ്രദ്ധിക്കുന്നത് കാണുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകള് തന്റെ ഭർത്താവിനെ നോക്കുന്നത് കാണുമ്പോൾ അവർക്ക് ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാവും. ഇതുകൊണ്ട് തന്നെ ചില സമയങ്ങളിലൊക്കെ അവർ ഭർത്താവിനെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് പുറത്തു പോകുമ്പോൾ കോലായിലെ ഗ്രിൽസ് കൂട്ടി ചാവി എടുത്തുകൊണ്ടാണ് പോകാറെന്ന് ഞാൻ പറഞ്ഞു കേട്ടു. ഭർത്താവിനോടൊരു അത്ര വല്ലാത്തൊരു പൊസസീവ്നെസ് ആയിരുന്നു അവർക്ക്. ഈ പറഞ്ഞു കേട്ട സംഭവവും പ്രശാന്തേട്ടന്റെ മീശയെല്ലാം ചേർന്ന് എന്റെ മനസ്സിൽ അങ്ങനെ ഒരു കഥ പിറക്കുകയായിരുന്നു. ആ കഥയാണ് പ്രശാന്തേട്ടന്റെ മീശ. ആ കഥക്ക് വായനക്കാരിൽ നിന്ന് ലഭിച്ച പ്രതികരണമാണ് പിന്നീട് കൂടുതൽ കഥകൾ എഴുതാൻ പ്രേരണയായി തീർന്നത്. ഇതിനിടയിൽ തന്നെ അറബിയുടെ അമ്മ എന്ന ഒരു നോവല് എഴുതുകയുണ്ടായി. അതിന്റെ പിറകിലെ കഥ പറയാം. 8 വർഷം മുമ്പ് എന്റെ സുഹൃത്തും സിനിമാ സംവിധായകനുമായ VC അഭിലാഷിനോടാണ് ഞാൻ ഈ നോവലിന്റെ ഇതിവൃത്തത്തെക്കുറിച്ച് ആദ്യം പറയുന്നത്. അറബ് ലോകത്തെക്കുറിച്ച് പോസിറ്റീവായ ഒരു സിനിമ ചെയ്യാൻ പറ്റിയ കഥ എന്ന നിലയിലാണ് ഈ കഥ ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്. സൗദി അറേബ്യയിലെ ഒരു ബാലന്റെയും അവനെ സ്വന്തം മകനെന്ന പോലെ വളർത്തിയ കോഴിക്കോടുകാരിയായ ശോഭ എന്ന ഒരു മലയാളിയുടെയും കഥയാണ് അറബിയുടെ അമ്മ.
അദ്ദേഹത്തിന് കഥ വളരെ ഇഷ്ടപ്പെട്ടു. ആ കഥ എഴുതാൻ അദ്ദേഹമാണ് എന്നെ പിന്നീട് നിർബന്ധിക്കുന്നത്. അങ്ങനെയാണ് ഒരു കൊച്ചു നോവലായി അറബിയുടെ അമ്മ പിറക്കുന്നത്. മനുഷ്യബന്ധങ്ങളുടെ സ്നേഹത്തിന്റെ പരിചരണത്തിന്റെ കഥയാണതെന്ന് പറയാം. അറബ് ലോകവുമായി എനിക്കുണ്ടായിരുന്ന വ്യക്തിപരമായ അടുപ്പവും എന്റെ പ്രവാസാനുഭവങ്ങളും ചേർന്നതാണ് ആ കഥ രൂപപ്പെടുന്നത്. ആ നോവലിന് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ട പേര് മറ്റൊന്നായിരുന്നുവെങ്കിലും എന്റെ സുഹൃത്തും പത്രപ്രവർത്തകനുമായ ഉല്ലാസാണ് പേര് അറബിയുടെ അമ്മ എന്ന് നിർദ്ദേശിച്ചത്. വളരെ ആപ്റ്റാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായി. അത് കേരള കൗമുദിയുടെ എന്റെ കേരളം എന്റെ മലയാളം സ്പെഷ്യൽ പതിപ്പിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് ഒരു നോവൽ എന്ന രീതിയിൽ പുസ്തകമായി പുറത്തിറങ്ങുന്നത് പേപ്പർ പബ്ലിക്കേഷനിലൂടെയാണ്. അത് ഷാർജ പുസ്തകോത്സവത്തിൽ വെച്ച് റിലീസ് ചെയ്യുകയും ചെയ്തു. അതും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. സിനിമയിലേക്ക് നയിച്ച വഴികൾ മൻസൂർ തുടരുന്നു. നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പണ്ട് മുതലേ സിനിമ എന്റെ മനസ്സിലുണ്ടെന്ന് പറയാം. എന്റെ സുഹൃത്തും പ്രശസ്ത പത്രപ്രവർത്തകനുമായ EM അഷ്റഫ് ബേപ്പൂരിലെ ഉരു നിർമ്മാണത്തെക്കുറിച്ചും ഉരുവിന് അറബികളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ഒരു സിനിമ ചെയ്യാനുള്ള ആഗ്രഹത്തെക്കുറിച്ചും ഒരു ദിവസം എന്നോട് പറഞ്ഞു. ആ സബ്ജക്ട് കേട്ടപ്പോ എനിക്ക് താല്പര്യം തോന്നി. ആദ്യകാലത്ത് കേരളത്തെ ഗൾഫ് നാടുകളുമായി അടുപ്പിക്കുന്നത് ഈ ചെറിയ കപ്പലായ ഉരു എന്ന് പറയുന്ന ആ ഒരു പായക്കപ്പലാണല്ലോ. അതുമാത്രമല്ല, എന്റെ ഉപ്പ 1957 കോഴിക്കോട് നിന്ന് ആദ്യമായി ഗൾഫിലേക്ക് പോകുന്നത് ഈ പറഞ്ഞ ഉരുവിലാണ്. അതുകൊണ്ട് തന്നെ ഉരുവുമായി ഒരു വൈകാരികമായ ബന്ധമുള്ളതായി എനിക്ക് തോന്നി അഷ്റഫിന്റെ കഥ കേട്ടപ്പോ. അങ്ങനെയാണ് ഉരു എന്ന സിനിമയുടെ ഭാഗമായി ഞാൻ മാറുന്നത്. ഞങ്ങൾക്ക് അറിവിൽ ബേപ്പൂരിന്റെ ചരിത്രം തന്നെ ഈ ഉരു നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത് കണ്ടില്ലേ, ഒരു തടി അടിമരം, അതിന് പാണ്ടി എന്ന് പറയും. അതാണ് ആദ്യം വെക്കുന്ന മരം. അതിന്മേലാണ് പിന്നെ ബാക്കി ഫ്രെയിമൊക്കെ വരുന്നത്. അത് നമ്മളെ കരിമരുതി, ഇരുളി എന്നൊക്കെ പറയുന്ന മരങ്ങളാണ്. ഇതൊക്കെ ഇപ്പം മാമുക്കോയ ഉരു നിർമ്മിക്കുന്ന ആശാരിയായി ഏറ്റവും ഒടുവിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമയായിരുന്നു ഉരു. സിനിമയെക്കുറിച്ചുള്ള തന്റെ മനോഭാവമാണ് സിനിമാ രചനയ്ക്ക് പ്രചോദനമായത്. സിനിമ വലിയൊരു സമൂഹത്തോട് നേരിട്ട് നടത്തുന്ന ഒരു ദൃശ്യ സംവാദമാണല്ലോ. എന്റെ സിനിമാ പഠന പുസ്തകമായ മലയാള സിനിമ ഭാവുകത്വത്തിലെ പരിണാമ ദിശകൾ എഴുതുമ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നതും അതാണ്. സിനിമ സമൂഹത്തിന്റെ സ്വപ്നങ്ങളും നഷ്ടങ്ങളും ഒരുമിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇഷ്ടപ്പെട്ട മലയാള സിനിമകളെക്കുറിച്ചുള്ള ഒരു ചെറിയ പഠന ഗ്രന്ഥമാണ് ഞാൻ എഴുതിയ മലയാള സിനിമ ഭാവുകത്വത്തിലെ പരിണാമ ദിശകൾ എന്ന് പറയാം. അതിനുശേഷം EM അഷ്റഫ് തന്നെ സംവിധാനം ചെയ്ത മോണിക്ക ഒരു സ്റ്റോറി എന്ന സിനിമയുടെ തിരക്കഥ തയ്യാറാക്കുന്നതിലും ഞാൻ ഭാഗവാക്കായി എന്ന് പറയാം. അത് ഇന്ത്യയിലെ ആദ്യത്തെ AI ടീമിലുള്ള സിനിമ എന്ന് ഇന്ത്യ സർക്കാരിന്റെ ഔദ്യോഗിക പോർട്ടലിൽ രേഖപ്പെടുത്തുകയുണ്ടായി. കേരള സർക്കാരിന്റെ OTT പ്ലാറ്റ്ഫോമായ സി സ്പേസിൽ ഈ സിനിമ ഇന്നും കാണാൻ സാധിക്കും. കാരണം AI എന്ന് പറയുന്ന വിഷയമൊക്കെ ഇപ്പോൾ ചർച്ചയിലേക്ക് വരുന്നതിനൊക്കെ മുമ്പ് ആർക്കും എന്തായിരുന്നു AI എന്ന് മനസ്സിലാവാത്ത സമയത്തായിരുന്നു ഈ സിനിമ ഇറങ്ങിയത്. ഇന്ന് ആളുകൾ ആ AI സിനിമ വീണ്ടും കാണുകയാണെങ്കിൽ തീർച്ചയായും അത് അവരുടെ ചിന്തയെ ഒന്നുകൂടി ഉദ്ദീപിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വ്യത്യസ്ത തുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മൻസൂർ പള്ളൂർ തന്റെ ചലച്ചിത്ര മേഖലയിലെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളുമായി നാളെ വീണ്ടും ജാലകത്തിൽ. നിർവഹണം വിനോദ് ബാബു H. കൂടെ CK രാജശ്രീ. ജാലകം.